ചലച്ചിത്ര സംവിധായകനും മുൻ CPM MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക പീഡന പരാതിയിലെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വാദം കേൾക്കും. കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി കോടതി. വഞ്ചിയൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നാളെ വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഒരു മെല്ലെപ്പോക്ക് ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇത് CPM-നെ സംബന്ധിച്ച് CPM-ന്റെ ഇടത് ബുദ്ധിജീവി സംഘത്തിലെ വലിയൊരു പ്രമാണിയാണ് ഇപ്പോൾ പീഡനക്കേസിൽ അകപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മെല്ലെപ്പോക്ക് പ്രോസിക്യൂഷൻ ഉണ്ടായി എന്ന് കരുതാമോ ഈ വിഷയത്തിൽ? നിരുമ, നമുക്ക് അങ്ങനെ കരുതാൻ സാധിക്കില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ട സാഹചര്യമാണ് കോടതി പരാതിക്കാരിയുടെ രഹസ്യ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ PT കുഞ്ഞുമുഹമ്മദ് കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ 11-ാം തീയതിയാണ് കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. കാരണം കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഏത് സമയവും തനിക്ക് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സാഹചര്യത്തിൽ ആ ഒരു അറസ്റ്റിനെ ഭയന്നുകൊണ്ടാണ് PT കുഞ്ഞുമുഹമ്മദ് കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ വിശദമായി വാദം കേൾക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടിക്രമങ്ങളും അതിന്റെ വിശദാംശങ്ങളും അടങ്ങിയ ഡയറി കോടതിയിൽ ഹാജരാക്കുവാൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള വാദം കേൾക്കും. ഈ IFFK-യുമായി ബന്ധപ്പെട്ട് ജൂറി അംഗമായിരുന്നു യുവ സംവിധായിക. ഇതുമായി ബന്ധപ്പെട്ട് സെലക്ഷൻ കമ്മിറ്റിയുടെ പരിധിയിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരം ഹോട്ടൽ മുറിയിൽ, ഒരു സ്വകാര്യ ഹോട്ടലിലെ മുറിയിൽ താമസിക്കുന്ന സമയത്താണ് വിരുന്ന് സൽക്കാരത്തിന് വിളിച്ചു വരുത്തുകയും തുടർന്ന് ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തുവെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്, ഇത് പുറം ലോകം അറിഞ്ഞു വിവാദമായി എന്നതിന് ശേഷമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവുകയും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ ഉദ്യോഗസ്ഥർ കടന്നത്. നീലിമ, ശരി. PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വാദം കേട്ടു തുടങ്ങും.